അതായത് ആര് ചെന്ന് കണ്ടാലും പാർട്ടി നോക്കാതെ അവരുടെ പിന്നെ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്നുള്ള ഒരു ഇമേജ് പി കെ ശശിക്ക് പണ്ട് മുതലുണ്ട്. അപ്പോൾ അതാണ് ശശിയുടെ ഒരു ജനകീയത, കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുക. ഇപ്പോൾ അതിൻ്റെ കുറേ ട്രോളുകളാണ്, ഇനി തീവ്രത UDF-കാർ പരിശോധിക്കട്ടെ എന്നൊക്കെ. അല്ല, തീവ്രത ഇല്ല എന്ന് അവരാണ് പറഞ്ഞത്, നമ്മളല്ല. ഇപ്പോൾ പാർട്ടിയുടെ ടീച്ചർ അടങ്ങുന്ന കമ്മീഷനാണ് അന്വേഷിച്ച് കണ്ടെത്തി അവരുടെ റിപ്പോർട്ടാണ്. അപ്പോൾ ഇപ്പോൾ തീവ്രത ഉണ്ട് എന്ന് അവർ പറഞ്ഞാൽ അത് പിന്നെ പാർട്ടി കമ്മിറ്റിനെ നിഷേധിക്കലാവും. പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ്. ഗോവിന്ദൻ മാഷ് ഒരു പരിഗണനയും അർഹിക്കുന്നില്ല എന്ന് ജി സുധാകരനെ പറയുമ്പോൾ മൂപ്പരുടെ വൈഫിനെ പരിഗണിക്കുകയാണ്. സ്വന്തം ഭാര്യയെ സേഫാക്കി നിർത്തിയിട്ടാണ് പറയുന്നത് ഒരു പരിഗണനയില്ല എന്നുള്ളത്. നമ്മൾ VD സതീഷ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വോട്ട് കോർ കമ്മ്യൂണിസ്റ്റുകളുടെ വോട്ടായിരിക്കുന്ന, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ വോട്ട് ഇത്തവണ UDF എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, ജി സുധാകരനെ പരിഗണിക്കുന്നുണ്ടോ എന്ന്. ഇല്ല, ഒരു പരിഗണനയില്ല എന്ന് അദ്ദേഹം ഒരു പരിഹാസച്ചിരിയോടുകൂടി മറുപടി പറഞ്ഞത്. മാധ്യമപ്രവർത്തകർ അത് ചിരിക്കുകയാണ്. അത് തൻ്റെ ലൈഫിൽ 62 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ലൈഫിൽ ഏറ്റവും വലിയ അപമാനമായിട്ട് ആ ഒരു പഴയ മനുഷ്യൻ, ഇപ്പോഴും CPM-നെയും കമ്മ്യൂണിസത്തെയും ഹൃദയത്തിലിരുന്ന മനുഷ്യന് ഭയങ്കര അപമാനമായിട്ട് ഫീൽ ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുക. ഇപ്പോൾ ഈ MV ഗോവിന്ദൻ്റെ അതിനേക്കാളും കാറ്റഗറിയൊക്കെ ഉള്ള മനുഷ്യനാണ്, അതിനേക്കാളും പ്രവർത്തന പാരമ്പര്യമൊക്കെ ഉള്ള ആളുകളാണ്. ഇവർ കണ്ണൂരാണ്, അവർ ആലപ്പുഴയാണ്, അതാ മാറ്റം. കണ്ണൂർ ലോബിൻ്റെ കയ്യിലാണല്ലോ പാർട്ടി. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇൻസൾട്ടായി മാറിയത്. അദ്ദേഹം ഇനി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, പാർട്ടിയുമായി സഹകരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന് CPM വെട്ടുക്കിളിക്കൂട്ടം അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് കൊടുത്ത മന്ത്രി MLA പോസ്റ്റിൻ്റെയും മന്ത്രി സ്ഥാനത്തിൻ്റെയൊക്കെ കഥ പറഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മൊത്തത്തിൽ കേരളത്തിൽ ഉടനീളം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഈ സർക്കാരിനെതിരെ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ പാലക്കാട് നിന്ന്, താങ്കളുടെ നാട് തന്നെയാണ്, അപ്പോൾ അവിടെ PK ശശിയുടെ നേതൃത്വത്തിൽ വലിയൊരു പട ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ ഉടനീളം ഇങ്ങനത്തെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പുറത്തു വന്നിട്ട് സർക്കാരിനെതിരെ ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു ഔട്ട്കം എങ്ങനെയായിരിക്കും? ഇതിൽ ഗോവിന്ദൻ മാഷ് ഒരു പരിഗണനയും അർഹിക്കുന്നില്ല എന്ന് ജി സുധാകരനെ പറയുമ്പോൾ മൂപ്പരുടെ വൈഫിനെ പരിഗണിക്കുകയാണ്. സ്വന്തം ഭാര്യയെ സേഫാക്കി നിർത്തിയിട്ടാണ് പറയുന്നത് ഒരു പരിഗണനയില്ല എന്നുള്ളത്. മൂപ്പര് ഭാര്യയെ പരിഗണിച്ചതിൻ്റെ കുഴപ്പങ്ങൾ അവിടെ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UDF-കാർ പറയുന്നത് അത് അങ്ങനെ തന്നെ പോട്ടെ എന്നാണ്. കാരണം അതൊരു സാധ്യതയുള്ള ഒരു മണ്ഡലമായി മാറിയത്. അല്ല, പുള്ളി പറയാൻ പാടില്ലായിരുന്നു. കാരണം ഇപ്പോൾ VS അച്യുതാനന്ദന് ശേഷം ആലപ്പുഴയിൽ നിന്ന് അറിയപ്പെട്ട ഒരു നേതാവ് ജി സുധാകരനാണ്. അത്രത്തോളം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവ്. അദ്ദേഹം ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി PWD വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത മനുഷ്യൻ. ഏറ്റവും ഒടുവിൽ സർക്കാരിനെ അല്ലെങ്കിൽ ഇവരെ പ്രകോപിപ്പിച്ചത്, ഞാൻ ദേവസ്വം വകുപ്പ് ഭരിക്കുമ്പോൾ പിന്നെ സ്വർണ്ണമൊന്നും കട്ടുകൊണ്ടുപോയിട്ടില്ല എന്ന് മൂപ്പര് പറഞ്ഞു. അതാണ് ഒരു പ്രകോപനത്തിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജി സുധാകരൻ്റെ ആ പോസ്റ്റ് സത്യത്തിൽ വളരെ സങ്കടകരമായിട്ടുള്ളൊരു പോസ്റ്റാണ്. അതായത് പാർട്ടിക്ക് വേണ്ടി മൂപ്പര് അത്രത്തോളം ത്യാഗം സഹിച്ചതിൽ നിന്നുണ്ടാവുന്നൊരു വേദനയിൽ നിന്നാണ് ആ പോസ്റ്റ് വരുന്നത്. അതേ സംഗതിയാണ്. അപ്പോൾ പിന്നെ ചെറിയ കുട്ടികൾ വരെ അദ്ദേഹത്തെ പിന്നെ ആക്ഷേപിച്ച് രംഗത്ത് വരുന്നു. സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു വിഷമത്തിൽ നിന്നാണ് ആ പോസ്റ്റ് വരുന്നത്. അതേ സംഗതിയാണ് നമ്മൾ ഈ പിന്നെ പയ്യന്നൂർ സഖാക്കളിൽ നിന്നും കണ്ടത്. അതായത് അഴിമതി MLA-ക്കെതിരായിട്ടുള്ള വീണ്ടും സീറ്റ് കൊടുക്കുകയാണ്. അതെ, വീണ്ടും സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. MLA-ക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണം, അത് കൃത്യമായതിൻ്റെ കണക്ക് നിരത്തി പുസ്തകം പ്രസിദ്ധീകരിച്ചു. എന്നിട്ടും ഇത് വിശ്വസിക്കാതെ ഇതിനെ ന്യായീകരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇതേ സംഗതിയാണ് പാലക്കാട് ഇവർക്കെതിരെയൊക്കെ പരിഹാസവും അതുപോലെ തന്നെ പിന്നെ പുറത്താക്കൽ നടപടികളൊക്കെ ഉണ്ടാകുമ്പോഴും പാലക്കാട് PK ശശിക്കെതിരെ നടപടിയെടുക്കുന്നത് ശശി പത്രസമ്മേളനം അല്ലെങ്കിൽ ആ കൺവെൻഷനിൽ പങ്കെടുത്തതിന് ശേഷമാണ്. അതെ, അതുവരെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒരു പാർട്ടി എന്തെങ്കിലും ചെറിയ അച്ചടക്ക ലംഘനം നടത്തുമ്പോഴേക്കും പാർട്ടിയിൽ നിന്ന് പുറത്താക്കലും സസ്പെൻഡ് ചെയ്യലൊക്കെ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരാറുള്ളതാണ്.
പക്ഷെ ശശിക്കെതിരെ ഒരാക്ഷനും എടുക്കാതെ ഇങ്ങനെ പിന്നെ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കൺവെൻഷനിൽ പങ്കെടുത്തതിന് ശേഷമാണ് ആക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സർക്കാരിൻ്റെ ഈ ഒറ്റപ്പോക്കിനെതിരെ അങ്ങനെ ഉണ്ടല്ലോ. അതായത് ഇപ്പം പിന്നെ അർജുൻ ആയങ്കി എന്ന് പറയുന്ന പോരാളി പോസ്റ്റ് ഇട്ടത് ഞാനും സുഭദ്രയും അപ്പനും സുഭദ്രയും എന്നുള്ള ഒരു ട്രസ്റ്റായിട്ട് പാർട്ടി മാറി എന്നുള്ളതാണ്. ആ പോസ്റ്റിനൊക്കെ UDF-കാർക്ക് ലൈക്ക് അടിക്കേണ്ടി വന്നു. അതെ അതെ, അർജുൻ ആയങ്കിക്കൊക്കെ. അപ്പോൾ അത് ഇപ്പോൾ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വമൊക്കെ വരുന്നതിൻ്റെ ഒരു പ്രതിഷേധമായിട്ട് വരുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു പ്രതിഷേധം സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്കിടയിൽ ധാരാളമായിട്ടുണ്ട്. ഇപ്പം നിയമസഭാ ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ അത് തീർച്ചയായിട്ടും CPM-നെ ബാധിക്കുന്ന കാര്യത്തിൽ നമ്മൾ VD സതീഷ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വോട്ട് കോർ കമ്മ്യൂണിസ്റ്റുകളുടെ വോട്ടായിരിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ വോട്ട് ഇത്തവണ UDF-ന് എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ പാർട്ടിയെ വിഴുങ്ങുകയാണ്. ഈ കണ്ണൂർ ലോബിയും ഈ കുറച്ച് ആളുകൾ അതിനെതിരെ അവരെ അകത്തുനിന്ന് തന്നെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമ്മൾ കണ്ടത് പബ്ലിക് മൂവ്മെന്റ്, അതല്ലാതെ സൈലന്റ് മൂവ്മെന്റ് വോട്ടിങ്ങിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ PK ശശിയുമായി അടുത്ത ബന്ധമുള്ള ആളുകളുമൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പിന്നെ ഇതൊന്നുമല്ല ആളെന്നാണ്. അതായത് ഇപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇന്നലെ കൺവെൻഷൻ ഇപ്പോൾ ഞാൻ അതിൻ്റെ വിഷ്വൽ ഇങ്ങനെ കാണുമായിരുന്നു. അതായത് മണ്ണാർക്കാടൊക്കെ ഉള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊരു പ്രതീക്ഷയിലാണ് ഞാനത് കണ്ടത്. പക്ഷേ ചിറ്റൂരിന്ന് ബസ് ഇരുന്നു, അതായത് പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലകളിൽ നിന്ന് പിന്നെ ഒറ്റപ്പാലം, ഷൊർണൂർ, ഇങ്ങനെ പാലക്കാട് മൊത്തം ഉള്ള പിന്നെ ഒരു സംഘം പ്രവർത്തകർ, അതും പിന്നെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ആളുകൾ, പിന്നെ ഏരിയ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളുകൾ, അതായത് നേതൃത്വത്തിലിരുന്ന ആളുകൾ വരെ ഈ കൺവെൻഷന് വേണ്ടി വരികയാണ്. അപ്പോൾ PK ശശി എന്നൊരു ഫാക്ടർ അല്ല അവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. PK ശശിയുടെ മാത്രം ഒരു ഒരു വ്യക്തിപ്രഭാവം കൊണ്ടാണ് ഈ ആളുകളൊക്കെ വരുന്നത്. പക്ഷെ അതല്ല. ഇപ്പോൾ PK ശശി എന്ന ഫാക്ടറാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം വന്നാൽ മതി. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ഏരിയയിൽ നിന്നും ആളുകൾ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് ജില്ലയിൽ ഒന്നടങ്കം അങ്ങനെ ഒരു വികാരം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്ടിക്കെതിരായിട്ടുള്ള വികാരം ഉണ്ട് എന്നുള്ളതാണ്. PK ശശിയെ ഒതുക്കിയതിൻ്റെ പിന്നെ ഒരു ഒരു സംഗതി, അതായത് ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ട്. അത് MP രാജേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇപ്പോൾ PK ശശി ഉയർന്നു വരുമ്പോൾ MP രാജേഷിന് പാലക്കാട്ട് നിന്ന് മന്ത്രിയാവാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ശശി ഒതുക്കപ്പെടാനുള്ള അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ പിന്നെ പീഡന ആരോപണങ്ങൾ, പിന്നെ അഴിമതി ആരോപണങ്ങൾ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണെന്നാണ് ശശിയുടെ കൂടെയുള്ള ആളുകൾ പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ കുറേ ട്രോളുകളാണ്, ഇനി തീവ്രത UDF-കാർ പരിശോധിക്കട്ടെ എന്നൊക്കെ. അല്ല, തീവ്രത ഇല്ല എന്ന് അവരാണ് പറഞ്ഞത്, നമ്മളല്ല. ഇപ്പോൾ പാർട്ടിയുടെ ടീച്ചർ അടങ്ങുന്ന കമ്മീഷനാണ് അന്വേഷിച്ച് കണ്ടെത്തി അവരുടെ റിപ്പോർട്ടാണ്. അപ്പോൾ ഇപ്പോൾ തീവ്രത ഉണ്ടെന്ന് അവർ പറഞ്ഞാൽ അത് പിന്നെ പാർട്ടി കമ്മിറ്റിനെ നിഷേധിക്കലാവും. പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് തീവ്രത ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ PK ശശി ഇപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നൊരു വ്യക്തിത്വമാണ് PK ശശി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയനായ നേതാവാണ്, ഒരു പവർഫുൾ ലീഡറാണ്, ഇപ്പം അങ്ങനെ പറയാം. അതായത് അദ്ദേഹം പിന്നെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നതിന്, സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ, അതായത് ആര് ചെന്ന് കണ്ടാലും പാർട്ടി നോക്കാതെ അവരുടെ പിന്നെ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്നുള്ള ഒരു ഇമേജ് PK ശശിക്ക് പണ്ട് മുതലുണ്ട്. അപ്പോൾ അതാണ് ശശിയുടെ ഒരു ജനകീയത, കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുക. ഇപ്പോൾ ഒരു പിന്നെ ആ ഒരു പൊളിറ്റിക്സ് അങ്ങനെ ഉണ്ടല്ലോ. അതായത് കൂടെ നിൽക്കുന്നവർക്ക് ഞങ്ങൾക്കൊരു ലീഡറുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നൊരു ലീഡർ, അതാണ് ശശിയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് ശശിയുടെ കൂടെ ആളുകൾ വരാൻ കാരണം. അപ്പോൾ ഒരു ശശി മാത്രമല്ല, ഒരുപാട് ശശിമാർ ഉണ്ട് എന്നുള്ളത്. പറഞ്ഞ കുറേ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉണ്ട്. PM മാർഷോ അവർ ജില്ലാ സെക്രട്ടറിക്കെതിരെ സ്പിരിറ്റ് കച്ചവടക്കാരെന്നാണ് വിളിച്ചത്. അല്ല, നമ്മൾ പുറത്തുള്ളവരത് പറയുന്നതാണ്, ഇവർ കഞ്ചാവാണ് ഇതാണെന്നൊക്കെ. ശശി അത് ആണായിട്ടാണ് ചെയ്തത്. ശശിക്കെതിരെ സത്യത്തിൽ സംസാരിക്കാനുള്ള യോഗ്യത ഒന്നും ഇവർക്കില്ല. പ്രത്യേകിച്ച് KC റിയാസുദ്ദീൻ ഉണ്ട്, ആർഷോ ഉണ്ട്, ശ്രീരാജ് വള്ളപ്പാടം. ഇവരൊന്നും പിന്നെ അവരുടെ ഗ്രൗണ്ടുകളിൽ യാതൊരു വാല്യൂ ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ അവരുടെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ മതി. പ്രത്യേകിച്ച് വാല്യൂ ഇല്ലാത്ത ലീഡേഴ്സാണ്. ഇപ്പോൾ ആർഷോ എനിക്ക് തോന്നുന്നു പാലക്കാട്ടുകാരനാണ്, പാലക്കയത്തുകാരനാണ്. പക്ഷേ പിന്നെ കോളേജിൽ പോയതിന് ശേഷം ലീഡർഷിപ്പിലേക്ക് വന്ന ആളാണ്. എറണാകുളത്ത് പോയതിന് ശേഷം
പിന്നെ SFIയുടെ ലീഡറായിട്ട് വന്ന അതിനുശേഷം മണ്ണാർക്കാട്ടുകാർ അറിയുന്നത് അങ്ങനെ. അദ്ദേഹത്തിന് ചാരി നിൽക്കാതെ ആരെങ്കിലും ചാരി നിൽക്കാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതെ, കഞ്ചാവ് എന്താണ് ലഹരി അല്ലേ? അതെ അതെ അതെ. അല്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന പ്രത്യാരോപണങ്ങളുടെ ഭാഗമായിട്ട് വരും. നമ്മളതിലേക്ക് കിടക്കണ്ട. അത്തരം വ്യക്തിപരമായ ആരോപണങ്ങളിൽ നമുക്ക് താല്പര്യമില്ല. അത് ആര് പറഞ്ഞാലും, ശശി പറഞ്ഞാലും ശരി, അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞാലും. കാരണം പാർട്ടി മാറുമ്പോൾ നമ്മൾ അധിക്ഷേപിക്കുക എന്നുള്ളൊരു ഇത്തരം പാർട്ടിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പൊളിറ്റിക്കലാവണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അത് ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ശശി തിരിച്ച ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അത് പൊളിറ്റിക്കലായിരിക്കണം, അത് വ്യക്തിപരമാവരുത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ പിന്നെ ശശിയുടെ രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ട് പൊളിറ്റിക്സ് ഉണ്ട്. അതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അത് കേവലമായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങളല്ല. ഇപ്പോൾ MLA ആവാൻ വേണ്ടിയിട്ടാണെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ MLA ആയ ആളാണ്. ഇനി MLA ആവാൻ വേണ്ടിയിട്ട് ഇനി ഒരു പാർട്ടി മാറേണ്ട ആവശ്യം ആർക്കില്ല, ശശിക്കില്ല. അപ്പോൾ അത്തരം താല്പര്യങ്ങൾക്കപ്പുറത്തുള്ള ഒരു സംഗതി, ഒരു വികാരം ഈ ഒരു പിന്നെ കേരളത്തിലുടനീളമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട്ടെ ശശിയുടെ പിന്നെ ഈ ഒരു മാറ്റം എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിലുടനീളമുള്ള ഈ ഒരു ടീം ഇനി ഒന്നാവോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട വിഷയമാണ്. ചിലപ്പോൾ ആയേക്കാം. കാരണം അത്രത്തോളം ശക്തമായിട്ട് ഇപ്പോൾ ഒരു അപ്പർ ലെയറിലുള്ള ആളുകൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിൻ്റെ താഴെ ഈ നേരത്തെ ഷാഫി പറഞ്ഞതുപോലെ ഈ ഭരണത്തിനെതിരെ, അതല്ലെങ്കിൽ പിന്നെ CPMലെ ഈ ഒരു കുടുംബാധിപത്യം, അങ്ങനെ തന്നെയാണ് അവർ തന്നെ പറയുന്നത്, നമ്മളല്ല പറയുന്നത്. കണ്ണൂർ ലോബി, കുടുംബാധിപത്യം, മുഹമ്മദ് റിയാസ്, ഇതിനെതിരെ പിന്നെ സൈലൻ്റായിട്ട് പ്രതികരിക്കണം, അതിനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണങ്ങൾ മാത്രമാണ് G. സുധാകരനും പിന്നെ പയ്യന്നൂർ സഖാക്കളും PK ശശിയും ഒക്കെ എന്ന് നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, താങ്ക് യു.